ഹായ് അസ്സലാമു അലൈക്കും. ഇപ്പം നാട്ടിലൊക്കെ വളരെ ട്രെൻഡിങ് ആയ ഒരു കൂന്തൽ നിറച്ചത് ഉണ്ടാക്കി നോക്കിയാലോ. അതെങ്ങനെയാണെന്ന് ഉണ്ടാക്കി നോക്കാം. അതിനായി ഞാനൊരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഒരു 2 സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സവാള ഒന്ന് വേഗം വെന്ത് വരണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ആ കൂന്തലിൻ്റെ ചിറകുതെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം ഒന്ന് ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേണ്ട മസാല ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളകിൻ്റെ പൊടി, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് തേങ്ങയാണ്. അതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഇതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. കൂന്തൽ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മസാല ഫുള്ളായിട്ട് ഇതിലേക്ക് നിറച്ച് കൊടുക്കുക. ഇങ്ങനെ എല്ലാ കൂന്തലും നിറച്ച് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് അടച്ചു വെക്കാം. മസാല പുറത്തേക്ക് പോകാണ്ടിരിക്കേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് എടുത്തു വെക്കാം. ഇനി പിന്നീട് ഒരു സ്റ്റീമർ എടുത്തിട്ട് അതിലേക്ക് ഈ കൂന്തൽ നിറച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മുളകിൻ്റെ പൊടിയും, കുറച്ച് ഗരം മസാലയും, അതേപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ എണ്ണയിൽ ഈ മസാലയെല്ലാം ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ നിറച്ച് വെച്ച കൂന്തൽ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. മസാല എല്ലാം ഈ കൂന്തലിലേക്ക് ആവേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാൻ. ഈ കൂന്തലിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയുന്നതല്ലേ, അതുകൊണ്ടാണ് അടച്ച് വെച്ച് വേവിക്കുന്നത്. അപ്പോൾ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അടിപൊളി കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, താങ്ക് യു.